ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2025 മാർച്ച് മാസം 31 തീയതി മുതൽ വിധി മാറുന്ന 12 രാശിക്കാരുടെയും ഫലങ്ങളാണ്. മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ ജനിച്ച നക്ഷത്രജാതകരെ സംബന്ധിച്ച് മാർച്ച് 31 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. അത് ചില രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, ജീവിത വിജയങ്ങൾ, നേട്ടങ്ങൾ, സമ്പൽ സമൃദ്ധി ഇതെല്ലാം വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ മറ്റു ചില രാശികളിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തരണം ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ് മുന്നോട്ട് വരാൻ പോകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ പറയുന്നത് രാശിയുടെ ഫലമാണ്. നമ്മൾ ഏതൊരു രാശിക്ക് എത്ര വലിയ ഗുണഫലം പറഞ്ഞാലും, ഏതൊരു രാശിക്കാരെ സംബന്ധിച്ച് എത്ര വലിയ ദോഷഫലങ്ങൾ പറഞ്ഞാലും, ആ രാശികളിൽ ജനിച്ച നക്ഷത്രങ്ങളിൽ, ആ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അനുഭവത്തിൽ വരുന്നത്. ഒരേ നക്ഷത്രത്തിൽ തന്നെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകം എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല. നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഇപ്പോൾ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ, അത് നിങ്ങൾ ഏത് രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നതെങ്കിൽ ഈ രാശിയിൽ പറയുന്ന ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ലഭിക്കുകയും, ദോഷഫലങ്ങൾ പറയുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണ് ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നുവെങ്കിൽ ആ ലഭിക്കേണ്ട ദോഷഫലങ്ങൾ പരമാവധി കുറഞ്ഞ് പേരിന് മാത്രം ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഗുണഫലത്തിൻ്റെ കാര്യത്തിലും. ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നാൽ ഗുണഫലങ്ങൾ ഇരട്ടിയായി ലഭിക്കും. ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് രാശിയിൽ ഗുണഫലങ്ങൾ നൽകുന്ന അനുഭവം പറയുന്നു എങ്കിൽ പോലും ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിൽ വളരെ കുറവുണ്ടാകും. അതുപോലെ ജനന ജാതകത്തിലും പാപഗ്രഹത്തിൻ്റെ ദശ രാശിയിലും ദോഷഫലങ്ങൾ നൽകുന്ന രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ ദോഷഫലം 10 മടങ്ങ് ഇരട്ടിയായിട്ട് അനുഭവത്തിൽ വരികയും ചെയ്യും. ഇത് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഇനി ഓരോ രാശിക്കാരെ പറ്റിയും വളരെ വിശദമായിട്ടാണ് പറഞ്ഞു നൽകുന്നത്. ആദ്യം മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലേക്കാണ് കടക്കുന്നത്. 7ാം ശനി ആരംഭിക്കുകയാണ്. വളരെ ശക്തമായ ദോഷമാണ്. ശനി കുംഭത്തിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾക്ക് 7ാം ശനിയുടെ തുടക്കകാലം. ശനി വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം. ഒരുപാട് അനാവശ്യ പാഴ്ചിലവുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അലച്ചിലുകൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരുപാട് തടസ്സം, പല കാര്യങ്ങൾക്കും മന്ദത അനുഭവപ്പെടുക, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, അലച്ചിലുകൾ, കാലതാമസം. ഒരു 5 മിനിറ്റ് കൊണ്ട് നടത്തി വരേണ്ട കാര്യം പോലും ചിലപ്പോൾ 5 പ്രാവശ്യം കയറി ഇറങ്ങേണ്ട അവസ്ഥ വന്നു ചേരും. നിങ്ങൾ ഏതൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ തൊഴിൽ, ജോലിയിൽ, കർമ്മത്തിൽ അതിൻ്റേതായ തടസ്സം, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വരാം. അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടുന്നൊരവസ്ഥയോ ജോലി ഇല്ലാതെ കുറച്ചു കാലം ഇരിക്കേണ്ട അവസ്ഥയോ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ്. ഒരു ബിസിനസ് ചെയ്യുന്ന മേടം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന ലാഭം, ധനവരുമാനം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. അതുപോലെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപങ്ങൾ ഇതിനൊന്നും നല്ലൊരു സമയമല്ല. അങ്ങനെയൊക്കെ പണം എവിടെയെങ്കിലും നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടത്തിൽ കലാശിക്കും. കടബാധ്യതകൾ വന്നു ചേരും. അതുപോലെ ഒരുപാട് അലച്ചിലുകൾ ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ചിലവുകൾ മേടം രാശിക്കാരായ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. ചിലവുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് പാഴ്ചിലവുകളായിരിക്കും അനുഭവത്തിൽ വരുന്നത്. നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണം പോലും പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. അത് പല രീതിയിലായിരിക്കും വരുന്നത്. ചിലർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസം, അതുമൂലം പണം നഷ്ടപ്പെടുന്ന അവസ്ഥ. മറ്റു ചിലർക്ക് എന്തെങ്കിലും ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ വിദേശ ജോലിക്കോ ഒക്കെ പണം നൽകി അത് നമുക്ക് നല്ല രീതിയിൽ സാധിക്കാതെ അങ്ങനെ പണം നഷ്ടപ്പെടുന്ന അവസ്ഥ. ചിലർക്ക് നമ്മൾ പണം കടം കൊടുത്താൽ തിരിച്ച് ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അലച്ചിലുകൾ ഉള്ള ഒരു സമയമാണ്. അതുപോലെ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിൽ, ബിസിനസ്സിലൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ട്. പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊന്നും നടത്താൻ പറ്റുന്ന സമയമല്ല. വളരെ ശ്രദ്ധിക്കണം.
നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്കൊരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റാത്ത അവസ്ഥ വന്നു ചേരും. അനാവശ്യ യാത്രകൾ, അലച്ചിലുകൾ ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് അത്ര വലിയ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരില്ല. ഏതായാലും മേടം രാശിക്കാരെ സംബന്ധിച്ച് ജനനം മുതൽ ഒരു 30 വയസ്സിനുള്ളിൽ ഏഴരശനി ആദ്യമായിട്ട് വരുന്നവർക്കും 60 മുതൽ 90 വയസ്സിനുള്ളിൽ മൂന്നാമത് ഏഴരശനി വരുന്നവർക്കുമാണ് ഏഴരശനിയുടെ കാഠിന്യം, ദോഷം അതിശക്തമായിട്ട് അനുഭവത്തിൽ വരുന്നത്. 30 മുതൽ 60 വയസ്സിനുള്ളിൽ ഏഴരശനി രണ്ടാം ഘട്ടം വരുന്നത് പൊതുവെ അതൊരു ആരോഗ്യപരമായ കാലഘട്ടം, ഒരു നേട്ടങ്ങളുടെ കാലഘട്ടമാണ്. ആ നേട്ടങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് നിങ്ങളുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലത്തിനെയും കൂടി അടിസ്ഥാനമാക്കിയേ പൂർണ്ണമായി പറയുവാൻ സാധിക്കും. പൊതുവെ വളരെ ശ്രദ്ധയോടെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ച്. നമ്മൾ പറയുന്നത് പോലെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നെഗറ്റീവ് ചേഞ്ചസ്, അപ്രതീക്ഷിതമായ പല നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും വന്നു ചേരുന്ന സമയമാണ്. എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ട സമയം മേടം രാശിക്കാരെ സംബന്ധിച്ച്. അത് ദാമ്പത്യ കുടുംബജീവിതത്തിലാണെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധയോടെ കരുതലോടെ മുന്നോട്ട് പോവുക. സ്വന്തം ജനന ജാതകം പരിശോധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിക്കാരായ നിങ്ങൾക്ക് ഏഴരശനി ദോഷം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നന്നേ കുറഞ്ഞ് ഈ കാലഘട്ടത്തെ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല സമ്പൽ സമൃദ്ധമായ ഐശ്വര്യപൂർണ്ണമായ കാലം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന കണ്ടകശനി എന്ന ശക്തമായ ശനിദോഷത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് മുക്തരായി നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി ജീവിതത്തിൽ ഐശ്വര്യം, സമ്പത്ത്, സമ്പൽ സമൃദ്ധി, ആയുരാരോഗ്യം ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 30 വർഷങ്ങൾക്ക് ശേഷം ശനി 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സർവാഭീഷ്ട കാലം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, നന്മകൾ ഒക്കെ വന്നു ചേരും. കാലാകാലങ്ങളായി മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കുന്ന സമയം. ആഗ്രഹിച്ച ജോലി ലഭിക്കുക, ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഉയർച്ച ലഭിക്കുക, ആഗ്രഹിച്ച പദവി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റം വന്നു ചേരുക. കുറേ കാലങ്ങളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുക, വിദേശ ജോലി ഭാഗ്യം വന്നു ചേരുക, പുതിയ ജോലി, അതുപോലെ പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന ഒരു സമയം, ഒരു കാലമാണ് നിങ്ങളെ സംബന്ധിച്ച്. അവരവർ ചെയ്യുന്ന കർമ്മത്തിൽ കൂടെ നിങ്ങൾക്ക് ധാരാളം ധനവരുമാനം, സമ്പത്ത് വന്നു ചേരുക, ബിസിനസ്സിലൊക്കെ നല്ല ലാഭം ലഭിക്കുക, ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരുന്ന സമയം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക. ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുക. അതുപോലെ അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുക, മംഗല്യഭാഗ്യം വന്നു ചേരുക, വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുക. പലർക്കും ഈ കാലങ്ങളിൽ മുടങ്ങിക്കിടന്നിരുന്ന പലതും പുനരാരംഭിച്ച് പൂർത്തിയാക്കാൻ സാധിക്കും. അതുപോലെ ഭവന നിർമ്മാണമൊക്കെ പകുതി വഴിയിൽ മുടങ്ങിക്കിടന്ന വ്യക്തികളാണെങ്കിൽ ഇടവം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുക. പുതിയ ഭൂമി, ഗൃഹം, വണ്ടി, വാഹന യോഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് ഐശ്വര്യങ്ങൾ, നന്മകൾ വരുന്ന കാലഘട്ടമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധിയുള്ള ഒരു സമയം, ഒരു നല്ല കാലം ആരംഭിക്കുകയാണ്. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരാനുഗ്രഹം, ഭാഗ്യം തുണയായിട്ട് നിൽക്കും. വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങളുടെ ചിലവുകൾ കഴിഞ്ഞ് നിങ്ങൾക്കതൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരവരുടെ കൈകളിലേക്ക് വരുന്ന പണത്തിനനുസരിച്ച് നല്ലൊരു സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാലഘട്ടം, സമയമാണ്. മുന്നോട്ട് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മുന്നോട്ട് മാർച്ച് 31 മുതൽ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വൈശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക്
കണ്ടകശനി ആരംഭിക്കുന്ന കാലമാണ്. മാർച്ച് 31 മുതലൊക്കെ നിങ്ങൾക്ക് ആ ശനി ദോഷം അനുഭവത്തിൽ വന്നു തുടങ്ങും. നിങ്ങളെ സംബന്ധിച്ച് 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. കണ്ടകനാണ്. വളരെയധികം പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരാം. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം ഓരോ വ്യക്തികളും മുന്നോട്ട് പോകുവാൻ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുമായിരിക്കും മിഥുനം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരിക. നിങ്ങളെ സംബന്ധിച്ച് പലർക്കും പലതരത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒക്കെ ചെയ്യുന്ന ജോലി, ബിസിനസ് സംബന്ധമായിട്ടൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചിലരെ സംബന്ധിച്ച് ആശുപത്രി വാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാം. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം പൂർണ്ണമായി മറയ്ക്കപ്പെട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സം, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ദോഷങ്ങൾ പേരിന് മാത്രം എന്തെങ്കിലും വരുമെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ അതിനെയൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. ജാതകപ്രകാരം കൂടെ പാപദശ നടക്കുന്നവർക്കാണ് ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങൾ പൂർണ്ണമായി അനുഭവത്തിൽ വരുന്നത്. പലയിടങ്ങളിൽ നിന്നും വിശ്വാസവഞ്ചന, ചതി ഇതൊക്കെ അനുഭവത്തിൽ വരാം. ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരിൽ നിന്നായിരിക്കും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ശ്രദ്ധ വേണം. വണ്ടി വാഹന യാത്രകളിലും പരമാവധി ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി കർമ്മത്തിൽ ഒരു ജോലി മാറ്റത്തിന് അല്ലെങ്കിൽ ഇടം മാറ്റത്തിന് ഒന്നും അത്രമേൽ ശുഭകരമല്ലാത്ത ഒരു സമയമാണ്. ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ഒന്നും ആരംഭിക്കരുത്. അതിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വന്നു ചേരും. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും പൂർണ്ണമായിട്ട് ശ്രദ്ധയുണ്ടാകണം. ഈ ഒരു കാലഘട്ടങ്ങളിൽ ജനന ജാതകപ്രകാരം ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർ മാത്രമേ സ്വന്തമായി ഭൂമി വാങ്ങുക, ഗൃഹനിർമ്മാണം ആരംഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ആ ഗൃഹനിർമ്മാണമൊക്കെ പകുതി വഴിയിൽ പൂർത്തിയാക്കാൻ സാധിക്കാതെ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരാം. കണ്ടകശനി എന്ന് പറയുന്നത് കണ്ടകൻ 10ാം ഭാവത്തിലാണ്. 10ാം ഭാവം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജീവനസ്ഥാനമാണ്, നമ്മളുടെ കർമ്മസ്ഥാനമാണ്. അപ്പോൾ ആ കർമ്മത്തിന് തടസ്സം സൃഷ്ടിക്കുക. ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ കർമ്മത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ശത്രുത, എതിർപ്പുകൾ ഒക്കെ വന്നു ചേരാം. സാമ്പത്തിക പ്രതിസന്ധി വന്നു ചേരാം. കർമ്മമേഖലയിലും തടസ്സങ്ങൾ ഉണ്ടാകും. ഈ ഒരു കാലഘട്ടത്തിൽ കർമ്മമേഖലയിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വന്നു എന്ന് കരുതി ജോലി ഉപേക്ഷിക്കുവാനോ മറ്റൊരു പുതിയ ജോലി തേടി പോകുവാനോ ഒന്നും ശ്രമിക്കരുത്. ഉള്ളതിനെ നിലനിർത്തി മുന്നോട്ട് പോകാനാണ് മിഥുനം രാശിക്കാരായ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും ചെറിയ സമ്മർദ്ദമോ പ്രശ്നങ്ങളോ കൊണ്ട് ഉള്ള ജോലി അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ മതിയാക്കി പുതിയ ജോലി, ബിസിനസ് ആരംഭിക്കുവാനോ മറ്റ് ഉള്ള പുതിയ വഴികൾ തേടി പോകുവാനോ നിന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളത് കൂടെ നഷ്ടപ്പെട്ട് നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി, പ്രയാസങ്ങളിലേക്കൊക്കെ തള്ളപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി വേണം ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകുവാനായിട്ട്. കണ്ടകശനി ശക്തമായിട്ട് ദോഷം നൽകുന്ന അവസ്ഥയിലാണ്. ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങളൊക്കെ കുറവായിരിക്കും. വണ്ടി വാഹനം ഓടിക്കുന്നതിലുമൊക്കെ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധ വേണം. പലർക്കും അരയ്ക്ക് താഴോട്ട് കാൽമുട്ട് ഈ ഭാഗങ്ങളിൽ നടുവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാത്തിനും ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജനന ജാതകത്തിൽ ശുഭഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ മാത്രം നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലാത്തവർക്കായിരിക്കും ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നത്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലും ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് ഈ ഒരു ശനിദോഷം, കണ്ടകശനി ദോഷം കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അഷ്ടമശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി ശനി നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല സമയം ആരംഭിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന കാലം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറി ശരീരത്തിന് പുത്തൻ ഉണർവും ആരോഗ്യവും ലഭിക്കുക. ആശുപത്രിവാസം, രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി ലഭിക്കുന്ന സമയം. നിങ്ങൾ നടത്തിവരുന്ന ചികിത്സകൾ ഫലപ്രദമാകുന്ന സമയം. അനാവശ്യമായ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുമാറും.
കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന ഐശ്വര്യമുള്ള കാലഘട്ടമാണ്. അത് നിങ്ങളുടെ ജോലി സംബന്ധമാണെങ്കിലും വരുമാനമാണെങ്കിലും എല്ലാ കാര്യത്തിലും ആരോഗ്യമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറും. എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനൊക്കെ പരിഹാരം ലഭിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം, സുഖം, തൃപ്തി അനുഭവത്തിൽ വരുന്ന സമയം. അതുപോലെ വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യപരമായ മംഗല്യം, അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയമുണ്ടാകും. ആ കാലതാമസം, തടസ്സം, പ്രയാസങ്ങൾ വിട്ടുമാറും. വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ വിദേശ ജോലി, വിദേശവാസം, ഉയർവിദ്യാഭ്യാസം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരംഭിച്ച് പൂർത്തീകരിക്കാനാവാതെ മുടങ്ങിക്കിടന്നിരുന്ന എന്ത് തന്നെയാണെങ്കിലും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാനായിട്ട് നിങ്ങളാൽ സാധിക്കും. ഈയൊരു ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം പലർക്കും പുതിയ ജോലി, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റം, ഗുണാനുഭവങ്ങൾ, നന്മകളാണ് ലഭിക്കുക. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10 മടങ്ങിരട്ടി നല്ല ഒരു നേട്ടം, നല്ല ഒരു ലാഭം, മനസ്സുഖം, സന്തോഷമൊക്കെ ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളി മൂലം ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന ഒരു സാഹചര്യം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, പണവരവ്, അങ്ങനെയുള്ള ഉയർച്ചകൾ, ഐശ്വര്യങ്ങളൊക്കെ കർക്കിടകം രാശിക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. എല്ലാ അർത്ഥത്തിലും കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയം, കാലമാണ്. ഭാഗ്യം പല രൂപത്തിൽ വരും. ചിലർക്ക് ഭൂമി, ഗൃഹം, നല്ല ജോലി ഇതൊക്കെയായിട്ടായിരിക്കും ഭാഗ്യം വന്നു ചേരുന്നത്. ഏതായാലും നിങ്ങൾക്ക് അത്രമേൽ സമയം അനുകൂലമാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമായിരിക്കും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു കാലം, സർവ്വൈശ്വര്യങ്ങളും നൽകുന്ന കാലം ആരംഭിക്കുവാൻ പോവുകയാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് സർവ്വൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം അത്ര നല്ലതല്ല. നിങ്ങൾക്ക് അഷ്ടമശനി ആരംഭിക്കുന്ന സമയമാണ്. പക്ഷേ ഇവിടെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമശനിയാണ്. ശനിദോഷം ശക്തമാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് മെയ് മാസം നടക്കുന്ന വ്യാഴമാറ്റമാണ് ജീവിതത്തിലെ ഏറ്റവും ഉത്തമം. അപ്പോൾ 2.5 വർഷക്കാലം അഷ്ടമശനി ഉണ്ടെങ്കിലും ആദ്യത്തെ 2025 മുതലുള്ള 2026 വരെയുള്ള ഒരു വർഷക്കാലം അഷ്ടമശനി ദോഷം നിങ്ങളെ അത്രമേൽ ബാധിക്കില്ല. കാരണം വ്യാഴമാറ്റം ഏറ്റവും ഉത്തമമായിട്ട് വരുന്ന ഒരു രാശിക്കാരാണ് നിങ്ങൾ. സർവ്വ ഐശ്വര്യങ്ങളും രാജയോഗ ഫലങ്ങളുമൊക്കെ വ്യാഴം നൽകുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളത്. അതുകൊണ്ട് അഷ്ടമശനി ദോഷം ഒരു വർഷത്തേക്ക് നിങ്ങളെ അത്രമേൽ ബാധിക്കില്ല. എങ്കിലും ഇവിടെ ഈ പറയുന്ന ഫലം എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് കാര്യമായി പറഞ്ഞു നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ജനന ജാതകപ്രകാരം ഏറ്റവും ബലഹീനനായ പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഷ്ടമശനി ദോഷം കുറച്ചൊക്കെ നിങ്ങളെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അത് ജാതകം പരിശോധിച്ചാലേ മനസ്സിലാകൂ. പൊതുവേ അഷ്ടമശനി എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ നൽകുന്ന ഒന്നാണ്. പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ. വളരെ നല്ല നിലയിൽ ജീവിച്ചു വന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പെട്ടെന്ന് ഉയർച്ചയിൽ നിന്ന് ഏറ്റവും വലിയ താഴ്ചയിലേക്ക് അധപ്പതിക്കുന്ന തരത്തിലുള്ള അവസ്ഥ. അത് സാമ്പത്തികപരമായിട്ടാകാം, ആരോഗ്യപരമായിട്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു സമയമാണ്. രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ, അപകടങ്ങൾ ഇതൊക്കെയാണ് അഷ്ടമശനിയുടെ മറ്റൊരു പ്രത്യേകത. അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്നിടങ്ങളിൽ, കുടുംബ ബന്ധങ്ങളുടെ ഇടയിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ അനാവശ്യമായ ശത്രുത, എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ ചിങ്ങം രാശിക്കാർ മുന്നോട്ട് പോകേണ്ട സമയമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഈ അഷ്ടമശനി കാലഘട്ടത്തിൽ പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവത്തിൽ വരാം. ചിലർക്ക് വിവാഹ ബന്ധത്തിൽ തന്നെ ഒരു താൽക്കാലിക വേർപിരിവോ നിരന്തരമായ വിവാഹമോചനമോ അങ്ങനെയുള്ള അവസ്ഥകളിൽ വരെ എത്തുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പലതരത്തിലുള്ള വീഴ്ചകൾ, പ്രശ്നങ്ങൾ നൽകുന്ന കാലഘട്ടമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പരിശ്രമങ്ങൾ, അലച്ചിലുകൾ വേണ്ടിവരും. നല്ലൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുന്നതിനും കാലം വളരെ പ്രതികൂലമാണ്. അപ്പോൾ ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പുതിയ കാര്യങ്ങൾക്കൊരു ഭൂമി വാങ്ങുന്നതിന്, ഗൃഹം നിർമ്മിക്കുന്നതിന്, ഒരു വിദേശ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് അലച്ചിലുകൾ, കാലതാമസങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെയാണ് ശനി നൽകുന്നത്.
മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ അത്രമേൽ ഒരു ദുർബലപ്പെടുത്തുന്ന തരത്തിലാണ് അഷ്ടമശനി എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർ ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ വ്യാഴമാറ്റവും ഉത്തമമാണ്. അല്ലാതെ ജാതകവശാൽ കൂടെ ഏറ്റവും മോശപ്പെട്ട ഒരു ബലഹീനനായ ഗ്രഹത്തിൻ്റെ പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഈ ഒരു കാലഘട്ടം വളരെ ബുദ്ധിമുട്ടായിരിക്കും. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ദാമ്പത്യപരമായിട്ടും ഒക്കെ വളരെ പ്രതിസന്ധികൾ നൽകുന്ന ഒരു കാലഘട്ടം. ഏതായാലും നിങ്ങൾ മകം പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കരുതലോടെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ അഷ്ടമശനി ദോഷം വളരെ കുറഞ്ഞ് നല്ല രീതിയിൽ ഈ കാലഘട്ടത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം അത്തം ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനി ആരംഭിക്കുന്ന സമയമാണ്. 7ാം ഭാവത്തിലാണ് ശനിയുടെ സഞ്ചാരം. ശക്തമായ കണ്ടകശനി ദോഷം ലഭിക്കുന്ന സമയമാണ്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു 7ാം ഭാവം എന്ന് പറയുന്നത് കളത്രസ്ഥാനം, ദാമ്പത്യ സ്ഥാനമായതുകൊണ്ട് പലർക്കും ഈ കാലഘട്ടങ്ങളിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് കണ്ടുവരുന്നു. നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനാവശ്യ അഭിപ്രായങ്ങൾ, വാക്കുതർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കി കാര്യങ്ങളൊക്കെ പരസ്പരം സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. പൊതുവെ കണ്ടകൻ 7ാം ഭാവത്തിൽ ശക്തമായ ദോഷം നൽകി നിൽക്കുമ്പോൾ പലർക്കും ഈ കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ആ ഒരു ദാമ്പത്യ കുടുംബജീവിതത്തിൽ വരെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരിക, കുറച്ചു കാലം ഭാര്യാഭർത്താക്കന്മാർ വേർപിരിഞ്ഞ് രണ്ടുപേരും രണ്ട് വീട്ടിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ രണ്ടിടങ്ങളിൽ താമസിക്കേണ്ട ഒരു അനുഭവമൊക്കെ പലർക്കും വന്നു ചേരാം. ചിലരെ സംബന്ധിച്ചൊരു കോടതി വ്യവഹാരങ്ങൾ, കേസ് വഴക്കുകളിൽ വരെ ആ ദാമ്പത്യ ബന്ധം ചെന്നെത്തുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, പുറത്തുനിന്നുള്ള മൂന്നാമതൊരു വ്യക്തിയുടെ ഉപദേശം കേട്ട് ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഒന്നും ചെയ്യരുത്. സ്വന്തം ബന്ധങ്ങളായാലും സുഹൃത്തുക്കളായാലും ഒരു പരിധിക്ക് അപ്പുറം മാത്രമേ ആ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സ്ഥാനം നൽകുവാൻ പാടുള്ളൂ. കാലം അത്ര അനുകൂലമല്ല. രണ്ടാമത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും വളരെയധികം ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. ആരോഗ്യ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് അനാവശ്യമായ ശത്രുത, എതിർപ്പ്, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാം. നിങ്ങൾ നല്ലത് പറഞ്ഞാൽ പോലും മറ്റുള്ളവരത് നെഗറ്റീവായിട്ട് കേട്ട് നിങ്ങളൊരു ശത്രുവായിട്ട് കണ്ട് പെരുമാറുക. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കെട്ടുകഥകൾ മെനഞ്ഞുണ്ടാക്കുക, പല തരത്തിലുള്ള അപമാനങ്ങൾ, ചതിവുകൾ ഇതൊക്കെ പറ്റാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. ഒരു ബിസിനസ്, സ്വന്തം തൊഴിലൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചും ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന സമയമല്ല. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ഉണ്ടാകണം. ആരെയും വിശ്വസിച്ച് ഒരു കാര്യങ്ങൾ പൂർണ്ണമായും ഏൽപ്പിക്കരുത്. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ മേൽനോട്ടം ഉണ്ടാകണം. എന്നാൽ മാത്രമേ എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോകൂ. അതുപോലെ തന്നെ പണം ഇടപാടുകളിൽ, പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധയും കരുതലും നിങ്ങൾക്കുണ്ടാകേണ്ട സമയമാണ്. അതുപോലെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരല്പം ശ്രദ്ധയും കരുതലുമൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. അതായത് നിങ്ങളുടെ സന്താനങ്ങളുടെ മുന്നോട്ടുള്ള അവരുടെ ജീവിതം, അവരുടെ ഉയർച്ച, അവരുടെ വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതുപോലെ കന്നിരാശിയിൽപ്പെട്ടവരുടെ സന്താനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്കുള്ള മംഗല്യത്തിന്, ഭാഗ്യത്തിനൊക്കെ ഒരു ചെറിയ തടസ്സമുള്ള സമയമാണ്. അങ്ങനെ ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ നല്ല മംഗല്യഭാഗ്യം വന്നു ചേരൂ. അപ്പോൾ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധയും കരുതലും കൂടി ഉണ്ടാകേണ്ട സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. പൊതുവെ നിങ്ങൾക്ക് കണ്ടകശനി ദോഷം ഒരല്പം ബുദ്ധിമുട്ട് നൽകുന്ന ഒന്നാണ്. നിങ്ങളുടെ ആരുടെ ജാതകത്തിലാണോ ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നത്, ജാതകദോഷം ഇല്ലാത്തത്, ദശാകാലദോഷം ഇല്ലാത്തത്, അവർക്കായിരിക്കും ഈ കണ്ടകശനി ദോഷത്തിൽ നിന്ന് മുക്തി ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റുള്ളവരെ സംബന്ധിച്ച് ജാതകപ്രകാരം കൂടെ പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഈ കാലഘട്ടം വളരെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും. വളരെ ശ്രദ്ധയോടും കരുതലോടും മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിക്കാരായ നിങ്ങൾക്ക് ഈ കണ്ടകശനി ദോഷം കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം ആരംഭിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം.
ഈശ്വരാനുഗ്രഹം വളരെ വന്നു ചേരും. മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരുന്ന ഒരു സമയമാണ്. പലർക്കും ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിച്ച സ്വന്തമായ ഭൂമി, ഭവനം, ഇങ്ങനെയുള്ള എല്ലാ ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക്, സന്താനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശ ജോലി, വിദേശവാസം, നല്ല അനുയോജ്യമായ മംഗല്യഭാഗ്യം, ഇങ്ങനെ ഒരുപാട് നന്മകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അവരവരുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾക്കും ഒരുപാട് മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ സ്വത്തുക്കളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കാലാകാലങ്ങളിലായിട്ടുള്ള ആഗ്രഹം, സ്വന്തമായിട്ടുള്ള ഭവനം എന്നത് സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് മുന്നോട്ടുള്ളത്. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. ഒരു വിവാഹം കഴിഞ്ഞ് കുറേ കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്ക് ആ സന്താന ഭാഗ്യം ലഭിക്കും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുക, മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന അവസ്ഥ. അവരവരുടെ മാതാവിനെ കൊണ്ട് ധാരാളം അനുഭവയോഗം, ഗുണങ്ങൾ ലഭിക്കുക, മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുക. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധ നെഗറ്റീവുകളും വിട്ടുമാറുന്ന കാലഘട്ടം. ഒരു മനുഷ്യനെ ജീവിതത്തിൽ പിന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ് കടബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കേസ് വഴക്കുകൾ, എതിർപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപകടങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറുന്ന ഏറ്റവും നല്ല കാലം. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്തു പോകാനുള്ള സാമ്പത്തിക ഉയർച്ച വന്നു ചേരുക, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറി നല്ലൊരു ആരോഗ്യപരമായ ജീവിതം നയിക്കുവാൻ സാധിക്കുക, കർമ്മ മേഖലയിലൊക്കെ നല്ല മാറ്റം, നല്ല ഉയർച്ച ലഭിക്കുക, സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു അഭിവൃദ്ധി, ധനലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുക. നിങ്ങളെ ഇത്രയും കാലം എതിർത്തിരുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് കരുതിയിരുന്നവരുടെ മുൻപിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു നല്ല കാലം, നല്ല സമയം. എല്ലാവിധ എതിർപ്പുകളും ശത്രുതകളും എല്ലാവിധത്തിലുള്ള നെഗറ്റീവുകളും നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സന്തോഷം, സ്വസ്ഥത, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് ഓരോ തുലാം രാശിക്കാർക്കും അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു കാലഘട്ടം ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം, സന്തോഷം ലഭിക്കും. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ലൊരു വിവാഹം വന്നു ചേരുന്ന സമയം. വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ആരംഭിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ ജനന ജാതകപ്രകാരം കൂടെ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നാൽ ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരും. എന്നാൽ നിങ്ങളുടെ ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ, ബലഹീനനായ ഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് വളരെ കുറവുണ്ടാകും. അത് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ മുന്നോട്ടുള്ള കാലഘട്ടം എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖമനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് നിങ്ങൾക്ക് മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ഇത്രയും കാലം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിലാണ് മുന്നോട്ട് ഓരോ അനുഭവങ്ങളും വന്നു ചേരുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മാനസികമായിട്ട് ഒരുപാട് അലച്ചിലുകൾ, പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു രാശിക്കാരാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ വിട്ടുമാറും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു മുന്നേറ്റ കാലഘട്ടം എന്ന് പറയാം. അത്രമേൽ ആത്മവിശ്വാസം നൽകുന്ന സമയമാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധികളും വിട്ടുമാറുന്ന ഒരു നല്ല കാലഘട്ടമാണ്. നിങ്ങൾക്കും ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ശരീരത്തിനും മനസ്സിനുമൊക്കെ അതിൻ്റെ ഒരു നല്ല മാറ്റമുണ്ടാകും. സാമ്പത്തികപരമായിട്ടുള്ളൊരു ഉയർച്ച, ഉന്നതി വൃശ്ചികം രാശിക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ വിട്ടുമാറും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ, അതായത് ഒരു ഭൂമിയുണ്ട്, അത് വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് കടബാധ്യതകളൊക്കെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭൂമി സംബന്ധമായിട്ട് ഇറങ്ങിത്തിരിച്ച് ഒരുപാട് തടസ്സങ്ങൾ അനുഭവത്തിൽ വന്നവർക്ക് നിങ്ങൾക്ക് ആ ഭൂമിയൊക്കെ വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് പല കടബാധ്യതകളും പരിഹരിക്കുവാൻ സാധിക്കും. അതുപോലെ സ്വന്തമായൊരു ഭൂമി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി ലഭിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വൃശ്ചികം രാശിക്കാർക്ക് വിട്ടുമാറും. ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റവും നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു നല്ല അനുഭവവും വന്നു ചേരും.
പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശാരീരികവുമായും മാനസികവുമായും സുഖമെന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ മംഗളകരമായി മുന്നോട്ട് പോകുമ്പോഴാണ്. നല്ല ആരോഗ്യം, നല്ല കുടുംബാന്തരീക്ഷം, നല്ല സാമ്പത്തിക സ്ഥിതി, ജോലി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമായതുകൊണ്ടാണ് മനസ്സിന് സുഖവും സമാധാനവും സന്തോഷവും വന്നു ചേരുമെന്ന് പറയുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് കാലം വളരെ അനുകൂലമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഒരു സമാധാനം, സന്തോഷമൊക്കെ വന്നു ചേരും. ഒരു വിവാഹത്തിന് കാത്തിരിക്കുന്നവർക്ക് അതിനും കാലം അനുകൂലമാണ്. പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുന്നെങ്കിൽ വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമയം അത്ര അനുകൂലമല്ല. അർദ്ധാഷ്ടമ ശനിയുടെ കാലം ആരംഭിക്കുകയാണ്. പലരും 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ കണ്ടകനാണെന്ന് പറയും. കണ്ടകശനി ദോഷം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ശനി 7-10 ഭാവങ്ങളിൽ സഞ്ചരിക്കണം. ഇത് അഷ്ടമത്തിൻ്റെ പകുതി അർദ്ധാഷ്ടമ ശനിയാണ്. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ പലർക്കും വന്നു ചേരാം. അതുകൊണ്ട് പണമിടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു കാലഘട്ടം പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ പുതിയ എവിടെയെങ്കിലും പണം നിക്ഷേപിച്ച് ഒരു കൂടുതൽ വരുമാന മാർഗം ഉണ്ടാക്കുവാനോ ഒന്നും സാധിക്കുന്ന സമയമല്ല. പണം വളരെ ശ്രദ്ധിച്ച് കരുതലോടെ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെ പലരും ചെന്ന് വീഴുവാനുള്ള സാഹചര്യമുണ്ട്. ഈ സമയത്ത് പല ഭാഗത്തു നിന്ന് പലരും പറയും ഇന്നൊരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പണം നിക്ഷേപിച്ചാൽ ധാരാളം ലാഭം ഉണ്ടാകുമെന്നുള്ളത്. നിങ്ങളുടെ ജനന ജാതകപ്രകാരം ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ മാത്രമേ ആ ജാതകം പരിശോധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അതൊക്കെ കടബാധ്യതകളിൽ കൊണ്ടുചെന്ന് എത്തിക്കും. കുടുംബത്തിൽ ഒരല്പം ബുദ്ധിമുട്ട്, കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അർദ്ധാഷ്ടമശനി നൽകാം. അതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. അനാവശ്യ സംസാരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒഴിവാക്കുന്ന ഉത്തമം. അതുപോലെ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ, കുടുംബാംഗങ്ങളുടെ ഇടയിലൊക്കെ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങൾ സ്വന്തം ബന്ധങ്ങളാണെങ്കിലും അവരുമായിട്ടുള്ള സംസാരത്തിലും പണമിടപാടുകളിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോകണം. നിങ്ങൾ ആരെയാണോ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് അവർ തന്നെ പിന്നീട് ശത്രുവായിട്ട് മാറാനുള്ള സാധ്യത ഈ കാലഘട്ടത്തിൽ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും വേണം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുവാനായിട്ട്. അതുപോലെ ഒരു തീരുമാനമെടുക്കുമ്പോൾ 1-4 വട്ടം വളരെ ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുക്കണം. കാരണം നിങ്ങൾക്ക് അർദ്ധാഷ്ടമശനി നൽകുന്ന പല പ്രശ്നങ്ങളും കൊണ്ട് സമയോചിതമായി നല്ലൊരു തീരുമാനമെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരും. പലരും എടുക്കുന്ന തീരുമാനങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ, അത് ഏത് കാര്യത്തിലാണെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരുമായിട്ട് കൂടി ആലോചിച്ച ശേഷം വേണം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുവാൻ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം മനസ്സിനൊരല്പം ആത്മവിശ്വാസക്കുറവ്, അകാരണമായ ഭയം, ചിന്തകളൊക്കെ നൽകുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. അർദ്ധാഷ്ടമശനി എന്ന് പറഞ്ഞാൽ അഷ്ടമശനിയുടെ പകുതി ദോഷമാണ്. അപ്പോൾ പലതരത്തിൽ മറഞ്ഞിരിക്കുന്ന, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അനുഭവത്തിൽ വരാം. അതുകൊണ്ട് അവരുടെ ജോലിയിലും ബിസിനസ്സിലും ദാമ്പത്യ കുടുംബജീവിതത്തിലും ആരോഗ്യ കാര്യങ്ങളിലുമൊക്കെ വണ്ടിവാഹന യാത്രകളിലുമൊക്കെ ഒരു നല്ല ശ്രദ്ധയും കരുതലോടും കൂടി വേണം നിങ്ങൾ ധനുരാശിക്കാർ മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു സമയം ജനന ജാതകപ്രകാരം നല്ല ദശാകാലം നടക്കുന്നെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം. അല്ലാത്ത വ്യക്തികൾക്കാണ് ഈ ഒരു അർദ്ധാഷ്ടമശനി ദോഷം കൂടുതലായിട്ട് ബാധിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ ജോലിക്കൊക്കെ പോകുന്നതിന് പണമൊക്കെ നൽകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പണം മറ്റുള്ളവരുടെ കൈകളിൽ കൊടുക്കാൻ. ഇല്ലെങ്കിൽ പിന്നീട് അത് ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥയുണ്ടാകും. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ധനുരാശിക്കാരും ശ്രദ്ധിക്കണം. കർമ്മസംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഈ അർദ്ധാഷ്ടമശനി ദോഷം വളരെ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ.
അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളുടെ, ഐശ്വര്യങ്ങളുടെ കാലം ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടമാണ് ആരംഭിക്കുന്നത്. മുന്നേറ്റം എന്ന് പറയാൻ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. നിങ്ങൾ ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ലഭിക്കുക. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾക്ക് നല്ല ഉയർച്ച, നല്ല പദവി മാറ്റം, സ്ഥാനമാറ്റം, ഇടം മാറ്റം ലഭിക്കുക. വിദേശ ജോലി ലഭിക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്ക് കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വിട്ടുമാറി ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക. അതുപോലെ മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുക. മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധനപരമായിട്ട്, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയാണ് പ്രധാനമായിട്ടും വന്നു ചേരുക. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു മകരം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് ധനം വന്നു ചേരുന്ന കാലമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടെയാണെങ്കിലും, നിങ്ങൾക്ക് ചെയ്യുന്ന ബിസിനസ്സിൽ കൂടെയാണെങ്കിലും അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ വിട്ടുമാറി നല്ല ധനവരുമാനം ലഭിക്കുക. അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ചിന്തിക്കാതെയായിരിക്കും നിങ്ങൾക്ക് പല ഭാഗങ്ങളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നത്. അതുപോലെ അവരവരുടെ കുടുംബത്തിൽ സമാധാനം, സന്തോഷം, സുഖം, നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ്. അതായത് പുതുതായിട്ട് ഭൂമി വാങ്ങുക, ഒരു ഗൃഹം നിർമ്മിക്കുക, ഗൃഹപ്രവേശം നടത്തുക, കുടുംബത്തിൽ മംഗളകരമായ വിവാഹം നടക്കുക തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങൾ, മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയം, അതിനുള്ള ഈശ്വരാനുഗ്രഹം വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു അന്യോന്യം, ഒരു സന്തോഷം, സുഖം, ഒരു ഒത്തൊരുമ ഒക്കെ ലഭിച്ച് ദാമ്പത്യ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന സമയം. അതുപോലെ വിവാഹത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി നല്ല അനുയോജ്യമായ മംഗല്യഭാഗ്യം വന്നു ചേരുന്ന കാലവുമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അപമാനിച്ചിരുന്ന വ്യക്തികളുടെ മുൻപിൽ പോലും വളരെ നല്ല രീതിയിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷം തന്നെ മാറുന്ന അവസ്ഥ. എല്ലാ തരത്തിലും നല്ല മാറ്റം. ആരോഗ്യപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കും. അത് അവരവരുടെ ജോലി, കർമ്മത്തിൽ നിന്നാണെങ്കിലും, ആരോഗ്യമാണെങ്കിലും, കുടുംബ ബന്ധങ്ങളിൽ നിന്നാണെങ്കിലും, വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിച്ച് പലതും പകുതി വഴിയിൽ മുടങ്ങിപ്പോയി. അങ്ങനെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങൾ കൊടുത്ത പണം നിങ്ങളിലേക്ക് തിരിച്ച് കൈവരുന്ന സമയമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹായമായിട്ട്, ഒരു അനുഗ്രഹമായിട്ടൊക്കെ വന്നു ചേരുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏഴരശനി മൂലം ഇത്രമേൽ കഷ്ടപ്പെട്ട വ്യക്തികൾ വേറെയില്ല. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അനുഗ്രഹമാണ് ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മുന്നേറ്റ കാലഘട്ടം എന്ന് തന്നെ പറയാം. ധാരാളം പണം വന്നു ചേരും, സാമ്പത്തിക ഉയർച്ച, ഐശ്വര്യങ്ങളുണ്ടാകും. എല്ലാ തരത്തിലും മകരം രാശിക്കാരായ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ, നന്മകളാണ് അനുഭവത്തിൽ വരുന്നത്. ഈ സമയം നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുന്നവർക്ക് വളരെ ഉത്തമമായിട്ടുള്ള 10 മടങ്ങ് ഇരട്ടി ഗുണഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരുന്നതും. ഈ സമയം നിങ്ങളുടെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏഴരശനിയുടെ അവസാന കാലഘട്ടമാണ്. പാദശനി ആരംഭിക്കുന്ന സമയം. അപ്പോൾ ഏഴരശനി കഴിഞ്ഞ 5 വർഷമായിട്ട് ഏഴരശനിയാണ്. ഇനി 2.5 വർഷക്കാലം മുന്നോട്ടുണ്ട്. ഒരല്പം ആശ്വാസമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏഴരശനിയുടെ ദോഷം ഒരു 75% കുറഞ്ഞു എന്നുള്ളതാണ്. എങ്കിലും 25% കൂടെയുണ്ട്. ശനി നിങ്ങളുടെ പാദത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടും വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഒരുപാട് വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ 2.5 വർഷം ജന്മശനി നൽകിയ അത്ര വലിയ ബുദ്ധിമുട്ട് പാദശനി നൽകില്ല. എങ്കിൽ നിങ്ങൾക്കൊരല്പം ശ്രദ്ധയും കരുതലും ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തെ വളരെ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകാം. അതായത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ ആലോചിച്ച് ചിന്തിച്ച് വേണം തീരുമാനമെടുക്കുന്നതിന്. ഈ കാലഘട്ടങ്ങളിൽ
നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. ഉള്ളതെന്താണോ അതിനെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. നിങ്ങളുടെ ജാതകപ്രകാരം നല്ല ദശാകാലം നടക്കുന്നവരാണെങ്കിൽ ഒരു പുതിയ ജോലി മാറ്റത്തിനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ ഒക്കെ സാധിക്കും. അതല്ലാത്തവരാണെങ്കിൽ ഉള്ളതിനെ നിലനിർത്തി ഈ ഒരു 2.5 വർഷക്കാലം കൂടെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോവുക. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ഒക്കെ ശ്രദ്ധ വേണം. ആരെയും അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചൊരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ നോട്ടം എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. ഇപ്പോൾ പുതിയൊരു ജോലി മാറ്റത്തിനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ഉള്ള ജോലി കളഞ്ഞിട്ട് മറ്റൊരു ജോലിക്ക് ശ്രമിക്കരുത്. മറ്റൊരു ജോലി ലഭിച്ചതിന് ശേഷം മാത്രമേ ഉള്ളതിനെ അത് നഷ്ടപ്പെടുത്താൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദാമ്പത്യ കുടുംബ ജീവിതത്തിലും ഒരു ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. ആരോഗ്യകാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധ വേണ്ട കാലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭയപ്പെടാനുള്ള കാര്യങ്ങളൊന്നും കുംഭം രാശിക്കാർക്കില്ല. പക്ഷേ ഒരു ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. കഴിഞ്ഞ 5 വർഷത്തെ ദുഃഖദുരിതങ്ങൾ, പ്രയാസങ്ങൾ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരില്ല. അതാണ് ആദ്യമേ പറഞ്ഞത്. ഒരു 75% ഏഴരശനി ദോഷം വിട്ടുമാറിയിട്ടുണ്ട്. ഇപ്പോൾ ശനി പാദത്തിൽ സഞ്ചരിക്കുന്ന ആ ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മൾ എടുത്തു വയ്ക്കുന്ന ഓരോ അടിയും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു കാലഘട്ടത്തെ തരണം ചെയ്ത് പോകുവാനും സാധിക്കും. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന അത്രമേൽ വലിയ തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറും. ഒരു ആദ്യ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കും പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ സമയം അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല മംഗളകരമായിട്ടുള്ള വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ്. ആ ഏഴരശനി ദോഷം ഒരുപാട് വിട്ടുമാറി നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളൊരു അവസ്ഥ ഇപ്പോൾ അനുഭവത്തിൽ വരും. ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോയാൽ മാത്രം മതിയാകും. ആരോഗ്യ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കണം. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും ശ്രദ്ധ വേണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കുംഭം രാശിക്കാർ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഒരു ഭൂമിയുടെ കാര്യത്തിലാണെങ്കിലും ഗൃഹനിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീടിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധ അതിൽ കൂടുതലായിട്ട് കൊടുത്ത് മുന്നോട്ട് പോവുക. ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരല്പം ശ്രദ്ധയുണ്ടാകണം. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് വലിയ ദോഷങ്ങൾ പറയാനില്ല. ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടേ ഈ മുന്നോട്ടുള്ള കാലഘട്ടത്തെ പറയുവാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ ശ്രദ്ധയും കരുതലുമാണ് നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ശക്തി എന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ആർക്കെങ്കിലും ശുഭദശ, ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പല പുതിയ സംരംഭങ്ങളും പുതിയ കാര്യങ്ങളും വണ്ടിവാഹന യോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു ചേരും. ഭൂമി, ഗൃഹമൊക്കെ ജനന ജാതകപ്രകാരം പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്കായിരിക്കും ആ പാദശനിയുടെ ദോഷം ഒരല്പം കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്നത്. അത് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മനസ്സിലാക്കണം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് ആ ദോഷഫലങ്ങൾ, ഏഴരശനിയിലെ അവസാന കാലഘട്ടമായ പാദശനിയുടെ ദോഷഫലങ്ങൾ നല്ല രീതിയിൽ കുറച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏഴരശനിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായ ജന്മശനിയിലേക്ക് എത്തി നിൽക്കുന്നവരാണ്. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 3 പ്രാവശ്യമാണ് ഏഴരശനി 3 ഘട്ടമായിട്ടാണ് വരുന്നത്. ജനനം മുതൽ 30 വയസ്സ് വരെയും, 30 മുതൽ 60 വയസ്സ് വരെയും, 60 മുതൽ 90 വയസ്സ് വരെയും. ഇതിൽ ആദ്യ ഏഴരശനി 30 വയസ്സിനുള്ളിൽ വരുന്ന ഏഴരശനിയും 60 മുതൽ 90 വയസ്സിനുള്ളിൽ 3-ാം ഘട്ട ഏഴരശനിയുമാണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ നൽകുന്നത്. 30 മുതൽ 60 വയസ്സ് വരുന്ന ഏഴരശനി എന്ന് പറയുന്ന ജീവിതത്തിലെ നേട്ടങ്ങളുടെ, സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഒരു 30 മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏഴരശനി വലുതായിട്ട് ബാധിക്കില്ല. ഇനി ഏഴരശനിയുടെ ദോഷം ശക്തമായിട്ട് അനുഭവത്തിൽ വരുന്നത് ജനന ജാതകപ്രകാരം ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്കായിരിക്കും. ഇപ്പോൾ 2-ാം ഘട്ട ഏഴരശനി 30 മുതൽ 60 വയസ്സ് വരെ ഉത്തമമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുകയാണെങ്കിൽ 10 മടങ്ങ് ഇരട്ടി ഫലമായിരിക്കും അനുഭവത്തിൽ ഗുണഫലങ്ങൾ ലഭിക്കുക. പാപഗ്രഹത്തിൻ്റെ ദശയാണെങ്കിൽ ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരും. അതും കൂടെ വ്യക്തമാക്കുന്നു. ഏതായാലും ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടം ഒരല്പം ബുദ്ധിമുട്ടാണ്. ജാതകവശാൽ പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഈ സമയം ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലൊക്കെ തടസ്സം, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇതൊക്കെ വന്നു ചേരാം. നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്ന പണം നമുക്കൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കാതെ പലതരത്തിലുള്ള പാഴ്ചിലവുകൾ, വ്യയങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളൊക്കെ പലർക്കും അനുഭവത്തിൽ വരാം. അതുപോലെ നമുക്ക് ലഭിക്കേണ്ട പണം ലഭിക്കാതിരിക്കാം. പണം അനാവശ്യമായിട്ട്
നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം, കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള അപമാനങ്ങളോ ചതിവുകളോ വഞ്ചനകളോ ഒക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് എല്ലാ കാര്യത്തിനും ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോകണം. മറ്റുള്ളവരെ വിശ്വസിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ അത് നിങ്ങൾക്ക് ഗുണകരമാകില്ല. ജന്മശനി കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശനി നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന, നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ഇവിടെ പറയുന്നത് ജാതകപ്രകാരം ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യമായി മുന്നോട്ട് പോകാം. പുതിയ ജോലി തേടാം, പുതിയ ബിസിനസ് ആരംഭിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. വണ്ടി വാഹന യോഗമുണ്ടാകും, ഭൂമി യോഗമുണ്ടാകും, ഗൃഹയോഗമുണ്ടാകും. എല്ലാ നന്മകളും വന്നു ചേരും. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഏഴരശനിയുടെ 2ാം ഘട്ടത്തിൽ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് കോടീശ്വരന്മാരായ വ്യക്തികൾ വരെ ധാരാളമുണ്ട്. എന്നാൽ ജനന ജാതകപ്രകാരം പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുമ്പോഴാണ് ഈ ജന്മശനി കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയം ഒരു 30 വയസ്സിന് ഉള്ളിൽ പ്രായമുള്ളവർക്ക് ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മസംബന്ധമായിട്ട് പ്രശ്നങ്ങൾ, ചെറിയ അപകടങ്ങളോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവത്തിൽ വരാം. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ആരോഗ്യത്തിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയം. ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങളൊക്കെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് അനുഭവത്തിൽ വരാം. പലരെയും സംബന്ധിച്ച് ഏഴരശനി, അതിൽ ജന്മശനി കാലഘട്ടം ശനി നമ്മുടെ ജന്മത്തിൽ നമ്മുടെ തലയിൽ കയറിയിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാകണമെന്നില്ല. പലതരത്തിലുള്ള ചതിവ് വഞ്ചനകളൊക്കെ പറ്റാം. അതുപോലെ നിങ്ങളൊരു പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. മറ്റുള്ള രീതിയിൽ ഇപ്പോഴുള്ള കാലത്തിനനുസരിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുക, നിക്ഷേപിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ സമയം മോശമാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ വന്നു ചേരും. ഏറ്റവും നല്ല നിലയിൽ നിന്ന് മനുഷ്യനെ ഏറ്റവും താഴത്തെ തട്ടിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാം. അതുകൊണ്ട് ജോലിയിൽ, ബിസിനസ്സിൽ ഒക്കെ പണം ചിലവഴിക്കുന്നതിലൊക്കെ ശ്രദ്ധ വേണം. ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകണം. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഞാൻ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു നൽകിയിട്ടുണ്ട്. ഈ സമയത്ത് ജാതകം നിങ്ങൾ പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, ജന്മശനി കാലഘട്ടമായതുകൊണ്ട്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ജന്മശനി കാലഘട്ടം ആ ഒരു ദോഷങ്ങൾ കുറഞ്ഞ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.